നിയമവിരുദ്ധമായ ഭിക്ഷാടനവും ക്രിമിനൽ പ്രവർത്തനങ്ങളും അടിസ്ഥാനപ്പെടുത്തി പാകിസ്ഥാൻ പൗരന്മാരുടെ പരിശോധന കർശനമാക്കി സൗദി അറേബ്യയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും. സൗദി അറേബ്യ മാത്രം 56,000 പാകിസ്ഥാനി യാചകരെ നാടുകടത്തിയതായാണ് റിപ്പോർട്ടുകൾ. യുഎഇയും പാകിസ്ഥാൻ പൗരന്മാർക്ക് വിസ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യത്തെത്തിയ ശേഷം പാകിസ്ഥാൻ പൗരന്മാരിൽ ചിലർ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുവെന്ന ആശങ്കയും സൗദി അറേബ്യയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ഉന്നയിക്കുന്നു. ഇത് പാകിസ്ഥാന്റെ അന്താരാഷ്ട്ര നിലയെ ദോഷമായി ബാധിക്കുന്നതായി പാക് അധികൃതർ വ്യക്തമാക്കി. സംഘടിത യാചക സംഘങ്ങളെ തകർക്കാനും നിയമവിരുദ്ധ കുടിയേറ്റം തടയുന്നതിനും വിമാനത്താവളങ്ങളിൽ നിന്ന് ഈ വർഷം 66,154 യാത്രക്കാരെ തടഞ്ഞതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. ആഫ്രിക്കയിലേക്കും യൂറോപ്പിലേക്കും യാത്ര ചെയ്യുന്നതിലും കംബോഡിയ, തായ്ലൻഡ് പോലുള്ള സ്ഥലങ്ങളിലേക്ക് ടൂറിസ്റ്റ് വിസ ദുരുപയോഗം ചെയ്യുന്നതിലും സമാനമായ കേസുകൾ കണ്ടെത്തിയിട്ടുണ്ട്. യാചന ആരോപിച്ച് ഈ വർഷം മാത്രം 24,000 പാകിസ്ഥാനികളെ സൗദി അറേബ്യ നാടുകടത്തിയിട്ടുള്ളതായി പറയുന്നു. ദുബായ് ഏകദേശം 6,000 പേരെ തിരിച്ചയച്ചു. അസർബൈജാൻ ഏകദേശം 2,500 പാകിസ്ഥാനി യാചകരെയും നാടുകടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം തന്നെ ഈ വിഷയം സൗദി അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. തീർത്ഥാടന വിസകൾ ദുരുപയോഗം ചെയ്ത് ഭിക്ഷ യാചിക്കുന്നത് തടയണമെന്ന് 2024 പാകിസ്ഥാനോട് സൗദി ആവശ്യപ്പെട്ടിരുന്നു. ഈ പ്രവണത നിയന്ത്രിച്ചില്ല എങ്കിൽ പാകിസ്ഥാനി തീർത്ഥാടകർക്ക് പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്നും സൗദി അറേബ്യ അന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. സർക്കാർ ഉദ്യോഗസ്ഥരും സമാനമായ ആശങ്കകൾ പങ്കുവച്ചിട്ടുണ്ട്. 2024 വിദേശകാര്യ പാകിസ്ഥാനികളുടെ സെക്രട്ടറി സിഷൻ ഖാൻ സാദ പറഞ്ഞതനുസരിച്ച് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ തടവിലാക്കപ്പെട്ട യാചകരിൽ ഭൂരിഭാഗവും പാകിസ്ഥാൻ പൗരന്മാരായിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.